നിരവധി പേരുടെ വാട്സാപ്പ് അക്കൗണ്ട് സ്കാമർമാർ പുതിയൊരു മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് ഇപ്പോൾ വാട്സാപ്പ് ഹാക്ക് ചെയ്യപ്പെടുത്തിക്കൊണ്ട് ഇല്ലീഗലായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പുതിയ മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് വാട്സാപ്പ് എങ്ങനെയാണ് സ്കാമർമാർ ഹാക്ക് ചെയ്യപ്പെടുത്തുന്നതെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞു തരാൻ പോകുന്നത്. അതെങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാൻ സാധിക്കുമെന്നും കൂടി നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ അവസാനം വരെ കാണുക. ഈ ഒരു സ്കാമർമാർ വാട്സാപ്പ് ഹാക്ക് ചെയ്യപ്പെടുത്താൻ വേണ്ടി ഏറ്റവും പുതുതായിട്ട് യൂസ് ചെയ്യുന്ന ഈ ഒരു മെത്തേഡ് ഏതാണെന്ന് നിങ്ങൾ അറിയാതെ പോയി കഴിഞ്ഞാൽ നാളെ നിങ്ങളുടെ വാട്സാപ്പോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിലുള്ളവരുടെയൊക്കെ വാട്സാപ്പോ ഒക്കെ നാളെ ഹാക്ക് ചെയ്യപ്പെട്ടേക്കാം. അതുകൊണ്ട് തന്നെ മാക്സിമം ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കും. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നോക്കാൻ പോകുന്നത് ഇതുപോലെ സ്കാമർമാർ നമ്മുടെ വാട്സാപ്പ് അക്കൗണ്ട് ഹാക്ക് ചെയ്യപ്പെടുത്തിയ ശേഷം അവർക്ക് എന്താണ് ബെനിഫിറ്റ് എന്നുള്ളത്. ഒന്നാമത്തെ കാര്യം, അവരെ ട്രാക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് നിങ്ങളുടെ വാട്സാപ്പ് ഹാക്ക് ചെയ്യപ്പെടുത്തി നിങ്ങളുടെ വാട്സാപ്പ് നമ്പർ ഉപയോഗിച്ചുകൊണ്ട് ഇല്ലീഗലായിട്ടുള്ള കാര്യം ചെയ്യുന്നത്. പണി വന്നാൽ നിങ്ങളെ മണ്ടയ്ക്കേ ഇരിക്കത്തുള്ളൂ. ഈ ഏത് മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ നിരവധി പേരുടെ വാട്സാപ്പ് അക്കൗണ്ട് ഈ ഒരു സ്കാമർമാരെ ഹാക്ക് ചെയ്യപ്പെടുത്തി ഇതുപോലെ ദുരുപയോഗം ചെയ്തതെന്ന് നോക്കാം. നിങ്ങളെല്ലാവരും പണ്ട് ഫേമസ് ആയ ഒരു കാര്യമാണ് OTP ആർക്കും പറഞ്ഞു കൊടുക്കരുതെന്ന്. വളരെ ഇതിന് വാട്സാപ്പിന്റെ OTP ആരെങ്കിലും ചോദിച്ചാൽ നിങ്ങൾ പറഞ്ഞു കൊടുക്കത്തില്ല. അതുകൊണ്ട് തന്നെ സ്കാമർമാർ പുതിയൊരു മെത്തേഡ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതുപോലെ നിങ്ങൾ വാട്സാപ്പിന്റെ OTP കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഇതുപോലെ നിങ്ങൾക്ക് ഡിവൈസ് റിവൈസ് SMS കാണാൻ സാധിക്കും. പുതിയൊരു ഓപ്ഷനാണ് ഡിവൈസ് റിവൈസ് SMS. വാട്സാപ്പ് എന്തിനാണ് ഈ ഒരു ഓപ്ഷൻ കൊണ്ടുവന്നതെന്ന് വെച്ചാൽ, എനിക്കൊരു ഫോണുണ്ട്, ഞാൻ രണ്ടാമതൊരു ഫോൺ മാറ്റുന്ന സമയത്ത് വാട്സാപ്പ് അതിലേക്ക് മാറ്റുന്ന സമയത്ത് എൻ്റെ സിം ആക്റ്റീവ് അല്ല, വാട്സാപ്പ് നമ്പറുള്ള സിം ആക്റ്റീവ് അല്ല. പക്ഷേ എൻ്റെ പഴയ ഫോണിൽ വാട്സാപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ പഴയ ഫോണിലുള്ള വാട്സാപ്പിലേക്ക് OTP അയച്ചുകൊണ്ട് അവിടെ നിന്നും വാട്സാപ്പ് എനിക്ക് ആ സിം ഇല്ലെങ്കിലും എടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ഫീച്ചർ ഞാനിപ്പോൾ സ്കാമർമാർ ദുരുപയോഗം ചെയ്യുന്നത്. ജസ്റ്റ് ഇതുപോലെ അവന്മാർ സെലക്ട് ചെയ്ത ശേഷം ഇതുപോലെ OTP അടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് SMS ആയിട്ടോ കാര്യങ്ങളായിട്ടോ ഒന്നും തന്നെ വരത്തില്ല. നിങ്ങൾക്ക് വരുന്നത് ജസ്റ്റ് ഇതുപോലെ ഒരു പോപ്പപ്പ് മെസ്സേജ് ആയിരിക്കും. പെട്ടെന്ന് കാണുന്ന സമയത്ത് നമുക്ക് OTP ഒന്നും തോന്നത്തില്ല. നിങ്ങളുടെ അവർ ചോദിക്കുന്നത് ജസ്റ്റ് ആര് കോഡെന്ന് പറഞ്ഞു തരാനായിരിക്കും. അവരുടെ ഫോണിലോട്ട് വരാനുള്ളതാണ്, നിങ്ങളുടെ ഫോണിലോട്ട് ആയിപ്പോയി എന്നായിരിക്കും പറയുന്നത്. ഇതുപോലെ നിങ്ങളുടെ വാട്സാപ്പ് സ്കാമർമാർ ഹാക്ക് ചെയ്യപ്പെടുത്തിയ ശേഷം പിന്നെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വാട്സാപ്പ് കോൺടാക്റ്റിലുള്ളവരുടെ വാട്സാപ്പ് നമ്പറിലേക്ക് ഇതുപോലെ കോഡുകൾ അയച്ചുകൊണ്ട് അവരുടെ വാട്സാപ്പ് കൺട്രോളിങ് എടുക്കാനുള്ളതാണ്. അതിനുശേഷം ഞാൻ ആദ്യം പറഞ്ഞ പോലെ പണം തട്ടുക എന്നുള്ള പരിപാടിയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വാട്സാപ്പ് നിങ്ങൾക്ക് ഹാക്ക് ചെയ്യപ്പെടാനുള്ള മറ്റൊരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പല ആപ്ലിക്കേഷനുകളും അറിഞ്ഞും പുറഞ്ഞും എല്ലാ ആപ്ലിക്കേഷനും ഇൻസ്റ്റാൾ ചെയ്ത് പെർമിഷൻ കൊടുക്കാറുണ്ടായിരിക്കും. ചില ആപ്ലിക്കേഷനിൽ SMS പെർമിഷൻ റീഡ് ചെയ്യാൻ വേണ്ടി ചോദിക്കും. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഫോട്ടോ എഡിറ്റ് ചെയ്യുന്ന ആപ്ലിക്കേഷനിൽ SMS റീഡ് ചെയ്യുന്ന പെർമിഷൻ ആവശ്യമില്ല. എങ്കിൽ ചില ആപ്ലിക്കേഷനിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും SMS റീഡ് ചെയ്യേണ്ട ആവശ്യമില്ലാത്ത ആപ്ലിക്കേഷൻ ആണെങ്കിൽ പോലും ആ ഒരു പെർമിഷൻ ചോദിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ വരുന്ന ചില ആപ്ലിക്കേഷനുകൾ നിങ്ങളുടെ ഫോണിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എട്ടിൻ്റെ പണി തന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ആപ്ലിക്കേഷനുകളുടെ SMS പെർമിഷൻ എങ്ങനെ ഓഫ് ചെയ്യാൻ സാധിക്കുന്നതിന് സെറ്റിംഗ്സിൽ പോയി സെർച്ച് ബാറിൽ പെർമിഷൻ മാനേജർ എന്ന് സെർച്ച് ചെയ്താൽ ഇവിടെ നിങ്ങൾക്ക് SMS പെർമിഷൻ എടുക്കുന്ന എല്ലാ ആപ്ലിക്കേഷനുകളും കാണാൻ സാധിക്കും. ഇതുപോലെ SMS എടുക്കേണ്ടതായിട്ടില്ലാത്ത ആപ്ലിക്കേഷനുകളെല്ലാം തന്നെ ഇവിടുന്ന് SMS പെർമിഷൻ ഓഫ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് മാത്രമല്ല, നിങ്ങൾ പല വെബ്സൈറ്റുകളിലും കയറുന്നുണ്ടായിരിക്കും. ഇത്തരത്തിൽ വെബ്സൈറ്റിൽ കയറുന്ന സമയത്തും പെർമിഷൻ നിങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ പെർമിഷനിലും SMS പെർമിഷൻ ഉണ്ടെങ്കിൽ ചില വെബ്സൈറ്റുകൾ ഹാക്കർമാർ ക്രിയേറ്റ് ചെയ്യുന്ന വെബ്സൈറ്റും ഉണ്ടായിരിക്കും. ഇത്തരത്തിൽ ഹാക്കർമാർ ക്രിയേറ്റ് ചെയ്ത വെബ്സൈറ്റ് ആണെങ്കിൽ അവർക്ക് ആ വെബ്സൈറ്റ് വഴിയും നിങ്ങളുടെ SMS റീഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ SMS റീഡ് ചെയ്യാതിരിക്കാൻ വേണ്ടി ക്രോമിൽ കയറിയ ശേഷം 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത് സെറ്റിംഗ്സ് എടുത്ത് ഇവിടെ നിന്നും സൈറ്റ് സെറ്റിംഗ്സ് എടുത്ത ശേഷം ഇവിടെ നിന്നും ഈ ഒരു പെർമിഷൻ നിങ്ങൾ SMS പെർമിഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഓഫ് ചെയ്ത് കൊടുക്കുക. ഇനി വാട്സാപ്പ് ഹാക്ക് ചെയ്യപ്പെടാൻ മറ്റൊരു ചാൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കുട്ടികളെയോ നിങ്ങളുടെ വേണ്ടപ്പെട്ട ആരുടെയെങ്കിലൊക്കെ ഫോൺ കൺട്രോൾ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഏതെങ്കിലുമൊക്കെ സ്ക്രീൻ ഷെയറിംഗ് ആപ്ലിക്കേഷനുകൾ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരിക്കും. ഈ ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു ഹാക്കർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ രണ്ടുപേരുടെ ഫോണിൽ വരുന്ന SMS മെസ്സേജും എല്ലാം റീഡ് ചെയ്ത് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ പിന്നെ ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല, അങ്ങനെ പണി കിട്ടുമെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള സ്ക്രീൻ ഷെയറിംഗ് ആപ്ലിക്കേഷനോ സ്പൈ ആപ്ലിക്കേഷനോ അല്ലെങ്കിൽ സ്പൈ ചെയ്യാൻ എന്തെങ്കിലും ആപ്ലിക്കേഷനുകൾ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിലോ അതൊക്കെ നിങ്ങളിപ്പോൾ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത ശേഷം ഇനി നിങ്ങൾ ഒരു കാര്യങ്ങൾ ചെയ്ത് വെക്കേണ്ടത്, നിങ്ങളുടെ വാട്സാപ്പ് 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എനേബിൾ അല്ലാന്നുണ്ടെങ്കിൽ വാട്സാപ്പ് ഓപ്പൺ ആക്കി 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത് സെറ്റിംഗ്സ് എടുത്ത് ഇവിടെ നിന്നും പ്രൈവസി എടുത്തുകൊണ്ട് ഇവിടെ നിന്ന് 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വയ്ക്കുക. ഇത്തരത്തിൽ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ OTP അബദ്ധവശാൽ കിട്ടിയാൽ പോലും നിങ്ങളുടെ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ പറഞ്ഞു കൊടുക്കാതെ അവർക്ക് വാട്സാപ്പിലേക്ക് കയറാൻ സാധിക്കുന്നില്ല. ഈ ഒരു സ്കാമർമാരെ എന്തെങ്കിലും OTP കാര്യങ്ങൾ ചോദിച്ച് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് SMS ആയിട്ട് OTP വന്നിട്ടില്ല, പോപ്പപ്പ് മെസ്സേജിൽ വന്നത് അത് പിന്നെ പ്രശ്നമില്ലല്ലോ എന്ന് പറഞ്ഞാൽ പോപ്പപ്പ് ആയിട്ട് വന്നിരിക്കുന്ന OTP മെസ്സേജ് നിങ്ങൾ പറഞ്ഞു കൊടുക്കരുത്. നോർമലായിട്ട് വരാനുള്ള SMS നിങ്ങളുടെ വാട്സാപ്പിലേക്ക് അവന്മാർ അയച്ചുകൊണ്ട് നിങ്ങളെ ട്രാപ്പ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ കാര്യങ്ങൾ അറിവ് വെച്ചിട്ട് മാക്സിമം ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യാൻ കൂടി ശ്രമിക്കുക. വീഡിയോസ് വീഡിയോ ലൈക്ക് ചെയ്യാൻ ചെയ്യുന്നുണ്ട്. യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് തലക്കടന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി ശ്രമിക്കുക. ഇതിന് അറിവുമായി മറ്റൊരു വീഡിയോ കാണാം.